അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അവൽ കൊണ്ടുള്ള പായസം ഉണ്ടാക്കുകയാണ്. അവലും മിൽക്കും കൂടെ ചേർത്ത് അതിന് ഞാൻ ഒരു കപ്പ് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്ക്കകത്തോട്ട് ഒരു പാത്രം അവലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി കൊണ്ടുവേണം. അവരൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അവൽ നെയ്ക്കകത്തിട്ട് ചൂടാക്കി എടുത്ത് വെച്ച് ഞാൻ എടുത്താൽ പൊടിയണം. അപ്പം രസമാണ്. കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് പാൽ തിളക്കട്ടെ. പാലിനകത്തോട്ട് ഇനി അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇടുകയാണ്. ഇതിന് 2 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. അത് ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഈ അവൽ ഇടാം നമുക്ക്. അതിലോട്ട് അവൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് അതിൽ ഇത് ആവശ്യത്തിന് ചേർക്കാം. ഇതിപ്പം ഞാൻ 2 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. അതിന് അവരവർക്ക് അത്ര പഞ്ചസാര, ചിലർക്ക് കുറച്ച് മധുരം മതി, ചിലർക്ക് ഒത്തിരി ഏറെ മധുരം വേണം. അപ്പോൾ ഇച്ചിരൂടൊക്കെ പഞ്ചസാര ചേർക്കണം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇവിടെ അതിനകത്ത് ചേർക്കാൻ ബാക്കി കിട്ടാണ്. നമ്മുടെ അവൽ പാൽപ്പായസം റെഡിയായി വരികയാണ്. ഇത്രയും കുറുകിയാൽ മതി. ശർക്കര ഒന്നും ചേർക്കത്തില്ല. ശർക്കരയും ചേർത്ത് അവൽ കൊണ്ട് പായസം ഉണ്ടാക്കാം. ഇത് ശർക്കര ചേർത്ത് പഞ്ചസാരയാണ്. ഒരു ശകലം കൂടെ പഞ്ചസാര ചേർക്കുകയാണ് ഞാൻ. മധുരം കുറവുണ്ടെങ്കിൽ അവിടെ ആക്കിയിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് വർക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് വെറും 10 മിനിറ്റ് മതി. എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. എല്ലാവരും ഇത് ചെയ്യണം, മറക്കരുത്. നമ്മുടെ അവൽ പാൽപ്പായസം റെഡി. അവൽ പാൽപ്പായസം റെഡിയായി.